പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി MLA ആണ് മുഹമ്മദ് മുഹ്സിൻ. CPIയിൽ ഇപ്പോഴും കുറേയധികം ചെറുപ്പക്കാർ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയായി തന്നെയായിരുന്നു മുഹമ്മദ് മുഹ്സിനെ CPI എടുത്തുകാട്ടിയിരുന്നത്. എന്നാൽ അതേ മുഹ്സിൻ ഇപ്പോൾ CPI വിട്ട് കോൺഗ്രസിൽ ചേക്കേറാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ യുവ നേതാവായിട്ടുള്ള ഷാഫി പറമ്പിലടക്കമുള്ളവർ പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. അതിനുശേഷം അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിലുണ്ടാക്കിയ തരംഗവും ചെറുതല്ലാത്തതാണ്. അത് കൃത്യമായി മനസ്സിലാക്കി തന്നെ ഇപ്പോൾ CPIയിലെ യുവനേതാക്കൾ മാറുകയാണ്. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ മാവേലിക്കരയിൽ മത്സരിച്ച അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ CPIയിലെ യുവമുഖങ്ങളാണ്. ഇവരൊക്കെ തന്നെ മികച്ച രീതിയിൽ ജനപ്രതിനിധികളായി അവരുടെ ഇടയിലേക്ക് കർമ്മനിരതരാകാൻ വേണ്ടത്ര അവസരം കൊടുക്കാറില്ല. LDFന്റെ എല്ലാ തരത്തിലുമുള്ള ദുരന്തഭാരവും CPI കൂടി പേറേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും ഗതികെട്ട അവസ്ഥ. ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ച് അതിന്റെ കൂടി പങ്കുപറ്റേണ്ട അവസ്ഥയിലേക്ക് CPI എത്തിച്ചേർന്നിരിക്കുന്നു. വാസ്തവത്തിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച സത്യൻ മൊക്കേരി ഒരു ജനകീയനായ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MI ഷാനവാസിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഷാനവാസിന്റെ ഭൂരിപക്ഷം 1,53,000 നിന്ന് നേരെ 20,000 കൂപ്പുകുത്തിക്കുകയും ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് CPI ഒരു കാര്യം മനസ്സിലാക്കിയത്. LDFനോടുള്ള ജനങ്ങളുടെ അവഗണനയുടെ മൂലകാരണം CPMനോടുള്ള വിരോധമാണ്. ഈ അപമാനവും പേറി എന്തിനാണ് CPI ഇങ്ങനെ ഇവരുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്നത് എന്ന വലിയ ചോദ്യം പ്രസക്തമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് മുഹമ്മദ് മുഹ്സിൻ അടക്കമുള്ള നിരവധി യുവ നേതാക്കൾ ശക്തമായി CPIയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ വെട്ടിത്തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കിനി ഈ ദുരന്തഭാരവും പേറി നടക്കാൻ വയ്യ എന്ന്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് മുഹ്സിൻ അടക്കമുള്ളവർ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത്. വലിയ പൊട്ടിത്തെറിയാണ് CPIയുടെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഒരു തിരിച്ചടിയായി മാറുമോ എന്നുള്ളതാണ് പരിശോധനയിലൂടെ വ്യക്തമാകേണ്ടത്. ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് മുൻപ് ജില്ലാ കൗൺസിലിൽ നിന്നും അദ്ദേഹം രാജിവെച്ചിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു വിഭാഗം നേതാക്കളും രാജിവെച്ചിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. CPIയിലെ നിരവധി നേതാക്കൾ കോൺഗ്രസിൽ ചേരുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.